ഹലോ. നാഷണൽ ഹൈവേ 66മായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് വിവരങ്ങളും ബന്ധപ്പെട്ടുള്ള കുറച്ച് NH 66ൻ്റെ ചില അപ്ഡേഷനുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കാഴ്ചകളെന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ള കോഴിക്കോട് ജില്ലയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തുകൊണ്ട് കാണിക്കുന്ന കാഴ്ചകൾ മാത്രമാണ്. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ തീർച്ചയായും മുഴുവനായിട്ട് കണ്ട ആളുകൾക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഈ വീഡിയോയിലില്ല. അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഏകദേശം ഒരു 70-75 കിലോമീറ്ററൊക്കെയാണ് NH 66 കടന്നു പോകുന്നത്. NH 66 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ആലപ്പുഴ ജില്ലയിലാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ആലപ്പുഴ ജില്ലയിൽ NH 66 കടന്നു പോകുന്നുണ്ട്. അദാനി എൻ്റർപ്രൈസ് അതുപോലെ തന്നെ KMC ഈ 2 കമ്പനികളാണ് കോഴിക്കോട് ജില്ലയിൽ NH 66ൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. അഴിയൂർ മുതൽ വെങ്ങളം വരെ ഉള്ള ആദ്യ റീച്ച്, അതുപോലെ തന്നെ പിന്നെ കോഴിക്കോട് ബൈപ്പാസ്, വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള രണ്ടാമത്തെ റീച്ച്. ഈ 2 റീച്ചുകളാണ് കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ അഴിയൂർ മുതൽ രാമനാട്ടുകര വരെയാണ് കോഴിക്കോട് ജില്ല വരുന്നത്. രാമനാട്ടുകര എന്ന് പറയുമ്പോൾ രാമനാട്ടുകര ഏകദേശം ഒരു ബോർഡറാണ്. പക്ഷെ എന്നാലും ചില ചെറിയ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ട്. എന്നാലും ഏകദേശം രാമനാട്ടുകര ഒരു മലപ്പുറം കോഴിക്കോടിൻ്റെ ബോർഡറാണെന്ന് തന്നെ പറയാൻ പറ്റും. അഴിയൂർ മുതൽ രാമനാട്ടുകര വരെ ഏകദേശം 75 കിലോമീറ്ററാണ് വരുന്നത്. NH 66 എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയൊക്കെ വലിയൊരു ഹൈവേ പദ്ധതിയുടെ ഭാഗമാണ് NH 66 എന്ന് പറയുന്നത്. 1640 കിലോമീറ്റർ ദൂരത്തിലുള്ള വലിയൊരു ഹൈവേ പദ്ധതിയാണ്. കന്യാകുമാരിയിൽ നിന്ന്, നമ്മുടെ തമിഴ്നാടിൻ്റെ കന്യാകുമാരിയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ മുംബൈക്കടുത്തുള്ള പാൻവേൽ വരെ നീളുന്ന വലിയ ഹൈവേ പദ്ധതിയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഈ ഒരു ഹൈവേയുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈവേ തമിഴ്നാട്ടിൽ 56 കിലോമീറ്ററും കേരളത്തിൽ 678 കിലോമീറ്ററും കർണാടകയിൽ 294 കിലോമീറ്ററും ഗോവയിൽ 137 കിലോമീറ്ററും മഹാരാഷ്ട്രയിൽ 475 കിലോമീറ്ററുമാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള 10 ഹൈവേകളിൽ ഉൾപ്പെടുന്ന ഒരു ഹൈവേ ആണ് NH 66 എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒന്നാമതുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹൈവേ എന്ന് പറയുന്നത് NH 44 ആണ്. അത് 4000-ലധികം കിലോമീറ്റർ ദൂരം വരുന്ന ഹൈവേ ആണ്. അതായത് നമ്മുടെ തമിഴ്നാടിൻ്റെ കന്യാകുമാരിയിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് ജമ്മു കാശ്മീരിലുള്ള ശ്രീനഗറിലാണ് ഈ NH 44 അവസാനിക്കുന്നത്. അതുപോലെ നാഷണൽ ഹൈവേ 66ൻ്റെ കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ 12ഓളം ഫ്ലൈ ഓവറുകൾ, അതുപോലെ തന്നെ 30ഓളം അണ്ടർപാസുകൾ, പിന്നെ 3 ഓവർപാസ്, 4ഓളം വലിയ ബ്രിഡ്ജുകൾ, പിന്നെ 5-6 ചെറിയ ബ്രിഡ്ജുകൾ, പിന്നെ ഒരുപാട് കലുങ്കുകൾ, പിന്നെ ട്രക്ക് പൈ, അങ്ങനെയൊക്കെയാണ് കോഴിക്കോട് ജില്ലയിൽ വരുന്നത്. പിന്നെ 2 ടോൾ പ്ലാസകളും കോഴിക്കോട് ജില്ലയിൽ വരുന്നുണ്ട്. ടോൾ പ്ലാസ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50-60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ടോൾ പ്ലാസക്ക് ഓരോ ടോൾ പ്ലാസകൾ തമ്മിൽ വേണം എന്നുള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയുടെ തുടക്കം മുതലാണ് ഒരു ടോൾ പ്ലാസ വരുന്നത്. പിന്നെ കോഴിക്കോട് ജില്ല അവസാനിക്കുന്ന ഏകദേശ ഭാഗങ്ങളിലാണ് മറ്റൊരു ടോൾ പ്ലാസ വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഏകദേശം 60 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും വലിയൊരു വ്യത്യസ്തത എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കോഴിക്കോട് ജില്ലയിൽ കൂടുതലായിട്ടും ഫ്ലൈ ഓവറുകളാണ് വരുന്നത്. കാര്യമായിട്ടും ഇത് ടൗൺ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു ഫ്ലൈ ഓവറുകൾ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ മാത്രമല്ല, കുറച്ച് ഉയർന്ന പ്രദേശങ്ങളുമാണ്. ഉയർന്ന പ്രദേശങ്ങളല്ല, ഒരു നോർമൽ പ്രദേശങ്ങളാണ് കാര്യമായിട്ടും. അപ്പോൾ പിന്നെ അണ്ടർപാസുകളും കൂടുതൽ വരുന്നുണ്ട്. ഓവർപാസുകൾ വളരെ കുറവാണ്. ഓവർപാസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മലപ്പുറം ജില്ലയിലേക്ക് കൂടുതലായിട്ടും ഓവർപാസുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഓവർപാസുകൾ വളരെ കുറവാണ്. ഫ്ലൈ ഓവറുകളാണ് കാര്യമായിട്ടുള്ളത്. അത് ഈ ടൗൺ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് പാർക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈ ഓവറുകൾ വരുന്നത്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും ഗതാഗത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വടകര, കൊയിലാണ്ടി അതുപോലത്തെ ടൗണുകളൊക്കെ ഒരുവിധം ഈ ഒരു NH 66ൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കുമ്പോൾ വലിയൊരു നേട്ടം തന്നെയായിരിക്കും ഈ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്കൊക്കെ
വരാനുള്ളത്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ ബൈപ്പാസായിട്ട് വരുന്നത് 2 ബൈപ്പാസുകളാണ്. കൊയിലാണ്ടി ബൈപ്പാസ്, അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസ്. കൊയിലാണ്ടി ബൈപ്പാസ് ഏകദേശം 11 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതൊരു പുതിയ ബൈപ്പാസാണ്. പുതിയ ബൈപ്പാസ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ബൈപ്പാസ് നിലവിൽ 2016 രൂപീകൃതമായിട്ടുള്ളൊരു ബൈപ്പാസാണ്. ഇപ്പം നിലവിൽ അത് വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു, 6 വരി പാതയിലേക്ക് വികസിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ കൊയിലാണ്ടി ബൈപ്പാസ് പുതുതായിട്ട് നിർമ്മിക്കുന്നൊരു ബൈപ്പാസായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൊയിലാണ്ടി ബൈപ്പാസ് 11 കിലോമീറ്ററാണ് വരുന്നത്, കോഴിക്കോട് ബൈപ്പാസ് 28 കിലോമീറ്റർ. പിന്നെ അതുപോലെ തന്നെ പാലോളി മൂരാട് എന്ന് പറയുന്ന ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഭാഗം ഒരു പ്രത്യേക രീതിയിലാണ് നിർമ്മാണം വരുന്നത്. ഫുൾ ഭാഗം, ഈ ഭാഗം കോൺക്രീറ്റ് രീതിയിലാണ് വരുന്നത്. പിന്നെ മൂരാട് എന്ന് പറയുന്ന ഭാഗം പ്രത്യേകിച്ച് എല്ലാ കാലഘട്ടത്തിലും വലിയ ബ്ലോക്കുകൾ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. അത് കൊയിലാണ്ടി വടകര പോലെ തന്നെ ബ്ലോക്കുകളുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇനി 3.5 മീറ്ററിൽ 3.5 മീറ്ററിൽ 3 റോഡുകളായിട്ട് ഒരു ഭാഗത്തേക്കും ഇരു ഭാഗങ്ങളിലേക്കും ഇതാണ്. അതുപോലെ തന്നെ ഒപ്പം 7 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡുകൾ ഇരു ഭാഗങ്ങളിലേക്കും, അതോടൊപ്പം ചെറിയ നടപ്പാതയും. ഇതാണ് NH-66 ഒരു ബേസിക് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഈ നാഷണൽ ഹൈവേ 66 വർക്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ കേരളത്തിന് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും. കേരളത്തിനെന്ന് മാത്രമല്ല, ഈ 5 സംസ്ഥാനങ്ങൾക്കും വലിയ നേട്ടം തന്നെ ആയിരിക്കും. അത് മെഡിക്കൽ മേഖലകളിലും, അതുപോലെ തന്നെ സ്പോർട്സ് മേഖലകളിലും, പിന്നെ ബിസിനസ് മേഖലകളിലും, പിന്നെ നമ്മുടെ ഹെൽത്ത് മേഖലകളിലും ഒക്കെ ഇത് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും. NH-66 വർക്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ 5 സംസ്ഥാനങ്ങൾക്കും നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലൂടെ ആണ് ഈ ഹൈവേ കൂടുതൽ കടന്നു പോകുന്നത് കൊണ്ട് കേരളത്തിന് കുറച്ച് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് വേഗതയാണ്. വേഗത എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു 40-50 സ്പീഡുകളിൽ മാത്രമാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ പറ്റാറുള്ളത്, ഒരു ആവറേജ് ലെവലിൽ. കാരണം ബ്ലോക്കുകളുടെ ഒരു ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ ഈ ഒരു NH-66 കംപ്ലീറ്റ് വർക്ക് കഴിയുന്നതോടുകൂടി 100-110 കിലോമീറ്റർ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിലവിൽ കോഴിക്കോട് രാമനാട്ടുകര മുതൽ അഴിയൂർ വരെ പോകണമെന്നുണ്ടെങ്കിൽ, ഏകദേശം കോഴിക്കോട് ജില്ല കടക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂറിലധികം ദൂരം യാത്ര ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ബ്ലോക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ വരും. അത് 2-3 മണിക്കൂറൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് പല പ്രദേശത്തും. ഇപ്പോൾ മൂരാട്, അതുപോലെ കൊയിലാണ്ടി, വടകര, ഈ പ്രദേശങ്ങളിലൊക്കെ പലപ്പോഴും വലിയ രീതിയിലുള്ള സമയങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട്. കോഴിക്കോട് ബൈപ്പാസിലും പല സ്ഥലത്തും, ഹൈലൈറ്റ് മാളിൻ്റെ പന്തീരങ്കാവിലും ഒക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ബ്ലോക്കുകൾ വലിയ രീതിയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സമയം ഇനി അതിലപ്പുറം ആവും. അപ്പോൾ ഒരു നോർമൽ സമയം തന്നെ കോഴിക്കോട് ജില്ല കടക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂറിൽ അധികം വരും. അപ്പോൾ NH-66 കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് ജില്ല മുഴുവൻ കവർ ചെയ്ത് പോകാനുള്ള കഴിവെന്നാണ് മനസ്സിലാക്കുന്നത്, വിലയിരുത്തപ്പെടുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ വേഗത എന്ന് വരാൻ കാരണം തന്നെ ഈ 6 ലൈൻ നിലവിൽ ഒരു 2 വരി പാതയിലൂടെ കടന്നു പോകുന്ന ഒരു ഭാഗമാണ് NH-66 നിലവിൽ. അതായത് 2 വരി പാത എന്ന് പറയുമ്പോൾ പല സ്ഥലത്തും 4 വരി പാതയുടെ വീതികളുണ്ട്. എന്നാൽ വെറും 2 വരി പാതയുടെ വീതിയിലൂടെ മാത്രം കടന്നു പോകുന്ന ഭാഗങ്ങളുമുണ്ട്. അപ്പോൾ 2 വരി 4 വരി പാതയുടെ ഭാഗങ്ങൾ ഏകദേശം വീതി ഉണ്ടെന്ന് വിചാരിച്ചാൽ പോലും ഒരുപാട് കുറവാണ്. ഇപ്പോൾ 6 വരി പാതയും അതോടൊപ്പം തന്നെ 2 വരി പാതയുടെ 2 സർവീസ് റോഡ്. നിലവിലെ സർവീസ് റോഡുകൾ തന്നെ നമുക്ക് നിലവിലെ റോഡുമായി കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ 6 വരി പാത നമുക്ക് കൂടുതലായി കിട്ടുന്ന പോലെ തന്നെയുള്ള അതിനുമാത്രമുള്ളൊരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വളവ്, തിരിവുകൾ, കയറ്റിറക്കങ്ങൾ ഇത് വളരെ കുറഞ്ഞുകൊണ്ടാണ് ഈ NH-66 പോകുന്നത്. ഒരുപാട് റീഅലൈൻമെൻറ്റുകൾ NH-66 വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് മറ്റു രാഷ്ട്രങ്ങളെ, വികസിത രാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ച് സ്പെയിൻ പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ ഒരുപാട് ലോങ്ങിലുള്ള വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകൾ, ഒരുപാട് റോഡുകൾ സ്പെയിനിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുപോലുള്ള അത്ര എന്ന് പറയില്ല, അതുപോലുള്ള റോഡുകൾ നമുക്ക്
ചിന്തിക്കാൻ പറ്റിക്കോളണമെന്നില്ല. കാരണം കേരളത്തിൻ്റെ ഒരു രീതിക്കനുസരിച്ച് വളരെ സ്ട്രൈറ്റായിട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തിട്ടുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത്രയും വളരെ സ്ട്രൈറ്റായിട്ടുള്ള റോഡുകൾ അവിടെ നിലവിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ ഒരു NH-66 ഒരുപാട് വളവുകളും കയറ്റിറക്കങ്ങളും കുറക്കുന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാനുള്ളൊരു സൗകര്യം NH-66. പിന്നെ ഒരുപാട് കാരണങ്ങൾ സർവീസ് റോഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു ചെറിയ വാഹനങ്ങളൊക്കെ അതിലൂടെ പോകാനുള്ള സൗകര്യം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓട്ടോ ഡ്രൈവിങ്, അതുപോലെ തന്നെ ബസ് നിർത്തുന്നത്, ഇതിങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സർവീസ് റൂട്ടിലൂടെ ഒതുങ്ങുന്നതുകൊണ്ട് മെയിൻ 6 വരി പാതയ്ക്ക് സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഇതൊന്നും ബുദ്ധിമുട്ടില്ലാതാവും. അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നലുകൾ മുഴുവനായിട്ട് ഒഴിവാക്കുന്ന രീതിയിലാണ് അണ്ടർപാസുകൾ, അതുപോലെ തന്നെ ഓവർപാസുകളും ഫ്ലൈ ഓവറുകളൊക്കെ ആയിട്ട് ഈ ട്രാഫിക് സിഗ്നലുകൾ മുഴുവനായിട്ടും ഒഴിവാക്കുന്ന ഒരു സിസ്റ്റമാണ് NH-66 വരുന്നത്. വളരെ കുറഞ്ഞ ഏരിയകളിൽ മാത്രമേ സിഗ്നലുകൾ വരുന്നുള്ളൂ, ട്രാഫിക് സിഗ്നലുകൾ. ഇപ്പോൾ മാഹിയിലെ ഒരു ഭാഗത്ത് നമ്മൾ ട്രാഫിക് സിഗ്നൽ കണ്ട്, അതുപോലെ വളരെ കുറഞ്ഞ ചില മെയിൻ റോഡുകൾ കണക്ട് ചെയ്തു പോകുന്ന ചില ഭാഗങ്ങളിലൊക്കെ സിഗ്നലുകൾ വരുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ അങ്ങനെ ചില ഭാഗങ്ങൾ മാത്രമാണ് സിഗ്നലുകൾ വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ സിഗ്നൽ വരുന്നില്ല. പിന്നെ ഡിവൈഡർ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും, ഏറ്റവും വലിയ അപകടങ്ങൾ മരണത്തിൽ എത്തുന്നതിൽ വളരെ നിർണായകമായ ഭാഗമാണ് ഡിവൈഡർ എന്ന് പറയുന്നത്. ഡിവൈഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഇടിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് മരണത്തിലേക്ക് എത്തുന്ന അപകടങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഔട്ടർ ബോർഡുകൾ, തെരുവ് നായ്കൾ, അതുപോലെ തെരുവ് പശുക്കൾ, പിന്നെ കുട്ടികൾ കളിക്കുന്നത്, പിന്നെ അനധികൃതമായിട്ടുള്ള പാർക്കിങ്, പല സ്ഥലത്തും വളരെ സെൻട്രൽ ഭാഗത്ത് പോലും പാർക്ക് ചെയ്ത് പോകുന്ന ആളുകൾ നമ്മുടെ പല ആളുകളുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഔട്ടർ ബോർഡറുകൾ വളരെ കൃത്യമായിട്ട് വരുന്നതോടുകൂടി ഇത്തരം ഒരുപാട് ശല്യങ്ങൾ മാറിക്കിട്ടും. അത് ഈ ഒരു ഔട്ടർ ബോർഡിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻ്റാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ടാറിങ് സെറ്റപ്പ്, അത് മറ്റൊരു ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. കാരണം സാധാരണ ഒരു ടാറിങ് ചെയ്യുന്ന പോലെയല്ല, ഒരു 5-6 ലെയറുകളായിട്ടാണ് ഈ NH-66 ടാറിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 15 വർഷത്തേക്കൊക്കെ നിലനിൽക്കുന്ന രീതിയിലാണ് ടാറിങ് സെറ്റപ്പ് തന്നെ വരുന്നത്. അതുകൊണ്ട് അതും ഒരു ഇമ്പോർട്ടൻ്റാണ്. മറ്റേത് ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെയും ടാറിങ് വരുന്നതുകൊണ്ട് അപ്പോൾ അത്രയും സമയങ്ങളിലൊക്കെ ഈ വാഹനങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഇതൊക്കെ ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും വരിക. കാരണം നമുക്കറിയാം, കേരളത്തിൽ നിലവിൽ ഒരു 4 വർഷം കൊണ്ട് തകർന്നു വീഴുന്ന റോഡുകളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിനെയൊക്കെ മാറ്റി തിരുത്തിക്കൊണ്ടാണ് ഏകദേശം 15 വർഷം, ഇനി 30 വർഷത്തേക്ക് അവർക്ക് കരാറുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെറിയ വർക്കുകൾ പിന്നീട് വേണ്ടി വന്നേക്കാം. പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ ഹൈറ്റ് ഉള്ളതുകൊണ്ട്, റോഡ് ഹൈറ്റ് വളരെ കൂട്ടിക്കൊണ്ടാണ് പല സ്ഥലത്തും വരുന്നത്. കാരണം വെള്ളം കയറാതിരിക്കാൻ, അതുപോലെ ഡ്രെയിനേജ് വർക്ക്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് റോഡിൽ വെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റപ്പുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും വലിയ ആക്സിഡൻ്റ്, അപകടങ്ങൾക്ക് സാധ്യതയുള്ളതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ മുഴുവനായിട്ടും ഒഴിവാക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ. പിന്നെ മാത്രമല്ല, നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ്. കാരണം പ്രത്യേകിച്ച് NH-66 വർക്ക് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി തന്നെ ഈ ലൈറ്റുകൾ എല്ലാ സ്ഥലത്തും ഫിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഡിം ബ്രൈറ്റ് പ്രശ്നങ്ങൾ, അപ്പോൾ പിന്നെ മാത്രമല്ല ഈ ഡിവൈഡർ വരുന്നതോടുകൂടി തന്നെ ഈ ഡിം അല്ലാത്ത രീതിയിൽ വരുന്ന വാഹനങ്ങളൊക്കെ കണ്ണിലേക്ക് നേരിട്ട് നമ്മുടെ പ്രകാശം അടിക്കാതിരിക്കാനും സൗകര്യമാകും. പിന്നെ അതുപോലെ തന്നെ നൈറ്റിലുള്ള ഈ വിഷന് വേണ്ടി ലൈറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതും സാധ്യതയുണ്ട്. പക്ഷേ അതിൽ നിലവിലുള്ള ബഡ്ജറ്റിൽ അതുണ്ടോ എന്നുള്ളതിൽ സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തിനും പിന്നെ മൊത്തം ഈ NH-66 വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും, അതുപോലെ ടൂറിസത്തിലും, ബിസിനസ് മേഖലയിലും, സ്പോർട്സ് മേഖലകളിലും വേണ്ട എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കേരളത്തിനും അല്ലെങ്കിൽ ഇന്ത്യക്കും മൊത്തത്തിൽ വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും NH-66 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് കാര്യമായിട്ടും കോഴിക്കോട് ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഒന്ന്. രണ്ടാമത്തത് ബേസിക് ആയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓരോ ജില്ലയുടെയും
മൊത്തത്തിലുള്ള വീഡിയോ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ പിന്നെ നമ്മൾ ഇനിയും ബാക്കിയുള്ള ഭാഗങ്ങൾ ഓരോ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.